ധ്രുവൻ്റെ ചെറുവിരലിൽ ദേവുവിൻ്റെ ചെറുവിരൽ ചേർത്ത് കോർത്ത് പിടിച്ചുകൊണ്ട് അമ്പലത്തിന് ചുറ്റും അവർ വലം വെച്ചു. മീനുവും സ്റ്റാലിനും ആദിയും വിന്ധ്യയും ആകാശും വേദയും അജുവും അനുദയും മനസ്സറിഞ്ഞ് വടക്കുന്നാഥനെ ഒരുപോലെ തൊഴുതു. ശേഷം ചന്ദനം തൊട്ട് അവർ എല്ലാവരും പുറത്തേക്ക് വന്നു. പിന്നെ ധ്രുവൻ്റെയും ദേവുവിൻ്റെയും ഫോട്ടോ എടുപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ ഒരുമിച്ചുള്ള ഫോട്ടോസ്, ഒറ്റയ്ക്കായിട്ടുള്ള ഫോട്ടോസ്, എല്ലാവരും കൂടിയുള്ള ഫോട്ടോസ് അങ്ങനെ എടുത്തു. ഇനി നമുക്ക് പോയാലോ? സ്റ്റാലിൻ ചോദിച്ചു. അതെ, വേഗം പോവണം. അവിടെ ചെന്നിട്ടിനി കുറച്ച് പരിപാടികൾ കൂടെയുണ്ട്. ആദി പറഞ്ഞു. ഇന്ന് സദ്യ പറഞ്ഞിട്ടില്ലേ? അജു ചോദിച്ചു. ഉണ്ടല്ലോ. ആകാശ് പറഞ്ഞു. എന്നാ വാ, നമുക്ക് വേഗം പോകാം. വിന്ധ്യ പറഞ്ഞു. അതെ, എനിക്ക് സദ്യ കഴിക്കാൻ തോന്നുന്നുണ്ട്. മീനു ഒരു ചിരിയോടെ പറഞ്ഞു. അങ്ങനെ ആദ്യമുള്ള വണ്ടിയിൽ അനിതയും മീനുവും അജുവും സ്റ്റാലിനും പോയി. പിന്നെയുള്ള വണ്ടിയിൽ ദേവും ധ്രുവനും ആദിയും വിന്ധ്യയും ആകാശും വേദയും കയറിപ്പോയി. റിസോർട്ടിൻ്റെ മുന്നിൽ സ്റ്റാലിൻ്റെ വണ്ടി നിന്നതും എല്ലാവരും അതിൽ നിന്നും വേഗം ഇറങ്ങി. അനിതയും മീനുവും വേഗം തന്നെ ഇറങ്ങി അകത്തേക്ക് കയറിപ്പോയി. അവിടെ ഒരു ടേബിളിൻ്റെ സൈഡിലായി സെറ്റാക്കി വെച്ച ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിലവിളക്ക് വെച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് അത് കത്തിച്ചു. മീനു കർപ്പൂരം ആരതി തട്ടിൽ വെച്ചുകൊണ്ട് ഭഗവാനെ കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ആകാശിൻ്റെ കാർ ആ റിസോർട്ടിന് മുന്നിൽ വന്നു നിന്നു. അതിൽ നിന്നും ആദ്യം ആദിയും വിന്ധ്യയും ഇറങ്ങി. പിന്നെ ആകാശും വേദയും ഇറങ്ങി. അതിനു പിന്നാലെ ദേവും ധ്രുവനും ഇറങ്ങി. റിസോർട്ടിൻ്റെ പടിയിലെത്തിയതും അകത്തു നിന്നും ഒരു ചെറുചിരിയോടെ ആരതി തട്ടുമായി മീനു വന്നിരുന്നു. ആ തട്ടിൽ കത്തിക്കൊണ്ടിരുന്ന കർപ്പൂരത്തിൻ്റെ ഗന്ധം അവിടെയാകെ പടർന്നു പിടിച്ചു. ചെറുചിരിയോടെ തന്നെ മീനു ധ്രുവനെയും ദേവുവിനെയും ആരതി ഒഴിഞ്ഞുകൊണ്ടിരുന്നു. താലത്തിലുള്ള ചന്ദനം വിരലിൽ എടുത്തുകൊണ്ട് മീനു ഇരുവരുടെയും നെറ്റിയിൽ ഒന്ന് തൊട്ടുകൊടുത്തു. അപ്പോഴേക്കും കത്തിച്ചു പിടിച്ച നിലവിളക്കുമായി നറുപുഞ്ചിരിയോടെ അനിത അവിടേക്ക് വന്നിരുന്നു. ദേവുവിൻ്റെ മുഖം ഒന്നുകൂടി വിടർന്നു. അവൾ ധ്രുവനെ നോക്കി. ഏത് വീട്ടിലായാലും എവിടെയായാലും എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഈ നിലവിളക്ക് പോലെ തെളിഞ്ഞ് വെളിച്ചം പകരാൻ എനിക്ക് കഴിയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലതുകാൽ വെച്ച് കയറുമോളെ. അനിത ചെറുചിരിയോടെ പറഞ്ഞുകൊണ്ട് ദേവുവിൻ്റെ നേരെ വിളക്ക് നീട്ടി. ദേവു ധ്രുവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് ആ വിളക്ക് ഇരു കൈയും കൊണ്ടും വാങ്ങി. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കുഞ്ഞു ചിരിയോടെ ദേവു വലതുകാൽ വെച്ച് ആ പടി ചവിട്ടി കയറി. അവളുടെ ഒപ്പം ധ്രുവും കയറി. ബാക്കിയുള്ളവരും കൂടെ കയറിയിരുന്നു. ഭഗവാന്റെ മുന്നിൽ നിലവിളക്ക് വെച്ച് ഒരു നിമിഷം ദേവു കണ്ണുകൾ അടച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ചു. ശേഷം അവൾ തിരിഞ്ഞു നോക്കി. ബാക്കിയുള്ളവരും ആ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇനി നിങ്ങൾ ദേ ആ സോഫയിൽ പോയി ഇരിക്കേ. ചെല്ല്, ഒരു കാര്യം കൂടെയുണ്ട്, മീനു പറഞ്ഞു. അതോടെ ധ്രുവനും ദേവുവും കൂടെ അവിടെ ചെന്ന് ആ സോഫയിലിരുന്നു. അനിത ഒരു ചെറിയ ഗ്ലാസ്സിൽ പാലും പഴവുമായി വന്ന് ഒരു സ്പൂണിൽ ആദ്യം ധ്രുവന് കൊടുത്തു. അതിനുശേഷം ദേവുവിന് കൊടുത്തു. ഇതെല്ലാം ഫോട്ടോയിൽ പകർത്തുന്ന തിരക്കിലാണ് അജുവും സ്റ്റാലിനും ആകാശും ആദിയും. ഒരു പുഞ്ചിരിയോടെ അതെല്ലാം നോക്കി നിൽക്കുവാണ് വേദയും മീനുവും വിന്ധ്യയും. മധുരം കൊടുപ്പ് കഴിഞ്ഞില്ലേ? ഇനി നിങ്ങൾ പോയി ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് വാ, വിന്ധ്യ പറഞ്ഞു. പിന്നെ ഒരുമിച്ചല്ല പോവേണ്ടത്. ദേവു, നിനക്കുള്ള ഡ്രസ്സ് അനിയമ്മയുടെ റൂമിലുണ്ട്. ധ്രുവേട്ടനുള്ളത് അജുവിൻ്റെ റൂമിലുമുണ്ട്, മീനു പറഞ്ഞു. ഇതെന്തുവാടെ ഇങ്ങനെ? ധ്രുവ് ചോദിച്ചു. എന്തായാലും കല്യാണം കഴിഞ്ഞില്ലേ, അപ്പോൾ ആചാരം അതുപോലെ അങ്ങ് നടക്കട്ടെ, ആകാശ് പറഞ്ഞു. വാ ധ്രുവേട്ട, എൻ്റെ റൂമിലേക്ക്, അജു വിളിച്ചു. അതോടെ ധ്രുവൻ ദേവുവിനെ നോക്കിക്കൊണ്ട് അവിടെ അജുവിൻ്റെ കൂടെ അവൻ്റെ റൂമിലേക്ക് പോയി. വാ മോളെ ദേവു, അനിത വിളിച്ചു. അതോടെ ദേവു അനിതയുടെ ഒപ്പം അവരുടെ റൂമിലേക്കും കയറിപ്പോയി. സ്റ്റാലിനും ആകാശും ആദിയും കൂടെ ഫോട്ടോ ഫ്രെയിമിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കാൻ വേണ്ടി പോയി. മീനുവും വേദയും വിന്ധ്യയും കൂടെ ഭക്ഷണമെല്ലാം സെറ്റാക്കി ടേബിളിൽ കൊണ്ടുവയ്ക്കുന്ന പണിയിലേക്കായി തിരിഞ്ഞു. എല്ലാവരിലും നല്ലൊരു സന്തോഷം നിലനിന്നിരുന്നു. ഡ്രസ്സെല്ലാം മാറി വന്നതും എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായി ഇരുന്നു. എടുത്ത ഫോട്ടോയെല്ലാം കൊണ്ട് നമുക്ക് ഒരു ആൽബം ഉണ്ടാക്കണം ചാച്ച, ദേവു പറഞ്ഞു. അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു അടിപൊളി സ്റ്റുഡിയോയിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴേക്കും അത് കിട്ടും ദേവുമോളെ, സ്റ്റാലിൻ പറഞ്ഞു. പിന്നെ മറ്റേ വീഡിയോസ് എല്ലാം പെൻഡ്രൈവിലേക്ക് മാറ്റണം. പിന്നെ കുറേ ഫോട്ടോസ് ഫ്രെയിം ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്, ആദി പറഞ്ഞു. എന്തായാലും കല്യാണം അടിപൊളിയായി. എല്ലാവരും ഒന്നും ഇങ്ങോട്ട് നോക്കിക്കേ, ഒരു സെൽഫി എന്ന് പറഞ്ഞ് അജു ഫോൺ അവരുടെ നേരെ പിടിച്ചു. എല്ലാവരും അവൻ്റെ ഫോണിലേക്ക് നോക്കി ചിരിച്ചതും അജു സെൽഫി എടുത്തു കഴിഞ്ഞിരുന്നു. ഇനിയുള്ളത് അജുവിൻ്റെ കല്യാണമാണ്. അത് നമുക്ക് അടിപൊളിയായി നടത്തണം, ധ്രുവ് പറഞ്ഞു. പിന്നെയല്ല, ഗ്രാൻഡ് പരിപാടിയായിരിക്കും, ആകാശ് പറഞ്ഞു. എത്രയൊക്കെ ഗ്രാൻഡ് ആയാലും എന്താ, ഇവനല്ലേ ആ കല്യാണ ചെക്കൻ, മീനു പറഞ്ഞു. അതെന്താ എൻ്റെ അജുമോന ഒരു കുറവ്, അനിത ചോദിച്ചു. അങ്ങനെ ചോദിക്കനിയമ്മേ, അജു പറഞ്ഞു. ഒന്നുമില്ല, ഇവനെ കെട്ടാൻ പോകുന്ന പെണ്ണിന് എന്നും കുളിക്കാനേ സമയം കാണും, വിന്ധ്യ പറഞ്ഞു. അതെന്താ അങ്ങനെ, വേദ ചോദിച്ചു. അമ്മാതിരി ചെളിയല്ലേ ഇവൻ വാരിപ്പൊത്തുന്നത് എന്നാ കുഞ്ഞാറ്റ ഉദ്ദേശിച്ചത്, ദേവു പറഞ്ഞു. അതെന്നെ, വിന്ധ്യ അത് ശരിവെച്ചു. നിങ്ങൾക്ക് എന്നെ എയറിലാക്കുന്നത് ഒരു ഹോബിയാണല്ലേ, അജു ചോദിച്ചു. ഞങ്ങൾ നിൻ്റെ ഏട്ടത്തിമാരായതുകൊണ്ട് ഇതിനൊക്കെയല്ലേ പറ്റൂ, മീനു പറഞ്ഞു. എങ്ങനെ സഹിക്കുന്നു നിങ്ങൾ 3 പേരും? ഇവിടെ ഒരു പാവമുണ്ടെങ്കിൽ
അത് ദേവേടത്തി മാത്രമാണ്. ബാക്കിയെല്ലാം കാണാൻ ലുക്കുള്ള കച്ചറകൾ. അജു പറഞ്ഞു. അജു, ഒരു കച്ചറയ്ക്ക് മറ്റു കച്ചറകളെ തിരിച്ചറിയാനായി പറ്റുകയുള്ളൂ. ദേവു പറഞ്ഞു. കല്യാണപ്പെണ്ണിൻ്റെ വേഷവും തറ വർത്തമാനവുമാണ് ദേവേടത്തിയുടെ. ധ്രുവേട്ട, നാശത്തിലേക്കാണ് നിങ്ങളീ പോകുന്നത്. അജു പറഞ്ഞു. മിണ്ടാതിരുന്ന് കഴിക്കാൻ നോക്കടാ. ധ്രുവൻ പറഞ്ഞു. അതെ, വെറുതെ എയറിൽ ആവാൻ വേണ്ടി ഇരിക്കുക അവൻ. ആദി പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അജു അവിടെ ഇരുന്ന് കഴിക്കുന്ന സ്റ്റാലിനോടും ആകാശിനോടും ചോദിച്ചു. ഇപ്പോൾ സമയമില്ല, ആകാശ് പറഞ്ഞു. അതെന്നെ, സ്റ്റാലിനും പറഞ്ഞു. അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവർ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവരുടെ അടുത്ത പരിപാടി ഫസ്റ്റ് നൈറ്റ് ബെഡ്റൂം സെറ്റാക്കലായിരുന്നു. അതിനുവേണ്ടി സ്റ്റാലിനും ആകാശും ആദിയും മീനുവും വേദയും വിന്ദയും ചുമതല ഏറ്റെടുത്തു. ആദ്യം തന്നെ സ്റ്റാലിനും ആദിയും ആകാശും അവിടെയുള്ള കട്ടിലെടുത്ത് വിൻഡോ സൈഡിലേക്കിട്ടു. ശേഷം അതിൽ മീനുവും വേദയും കൂടെ ഒരു നീല കളർ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടു. വിന്ദയും ആദിയും കൂടെ അപ്പോഴേക്കും നീല കളറിലുള്ള പില്ലോസ് റെഡിയാക്കി അവിടെ കൊണ്ടുവച്ചു. ആകാശും സ്റ്റാലിനും കൂടെ ചേർന്നുള്ള കർട്ടൻ മാറ്റി ഒരു നീല കളർ കർട്ടൻ വിൻഡോയിലിട്ടു. ശേഷം നീല ഡിം ലൈറ്റ് കൊണ്ട് അവിടെയാകെ ഒന്നായി ഇട്ടുകൊണ്ട് അത് ഓണാക്കി ടെസ്റ്റ് ചെയ്തു. കട്ടിലിൻ്റെ താഴെ ഒരു നീല മാറ്റ് വിരിച്ചിട്ട് വാടാർമല്ലി പൂ കൊണ്ട് ബെഡിലൊഴികെ ബാക്കി എല്ലായിടവും ഒരുപോലെ അലങ്കരിച്ചു. നീല ഹാർട്ട് ഷേപ്പിലുള്ള ഒരുപാട് ചെടി അവിടെയായി കൊണ്ടുവച്ചു. ഇപ്പോൾ സെറ്റ്, സ്റ്റാലിൻ പറഞ്ഞു. അതെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നിനക്കറിയോടി കുഞ്ഞാറ്റെ, എനിക്ക് ഫസ്റ്റ് നൈറ്റ് ഓപ്പൺ ബാൽക്കണിയിൽ വേണമെന്നായിരുന്നു. മീനു ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ സ്റ്റാലിൻ മീനുവിനെ ഒന്ന് നോക്കി. പക്ഷേ അവൻ നോക്കുന്നത് അവൾ കണ്ടില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ? വിന്ദ പറഞ്ഞു. അതെ, അല്ലെങ്കിൽ ഈ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെയുള്ള കാര്യം മറക്കാൻ പറ്റാത്ത ഓർമ്മയാണ്. മീനു പറഞ്ഞു. അതൊക്കെ ശരിയാണ്, നമ്മൾ ജീവിതത്തിൽ ഓർത്തിരിക്കുന്ന ചില കാര്യങ്ങൾ. വേദ പറഞ്ഞു. മതി മതി, ഇനി വന്നേ, നമുക്ക് പുറത്തിറങ്ങി നിന്നിട്ട് സംസാരിക്കാം, ആകാശ് പറഞ്ഞു. അതോടെ വേദയും വിന്ദയും ആകാശും ആദിയും വേഗം പുറത്തേക്കിറങ്ങിപ്പോയി. മീനു ആ റൂം ഒന്നുകൂടെ നോക്കി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നതും സ്റ്റാലിനെ തട്ടി അവൾ നിന്നു. ഞാൻ പേടിച്ചു പോയി ഇച്ചേ, പറഞ്ഞിട്ട് നിൽക്കായിരുന്നു കേട്ടോ, മീനു പറഞ്ഞു. നിനക്ക് ശരിക്കും അങ്ങനെ ആഗ്രഹമുണ്ടോ മീനു? നീ ഇപ്പോൾ പറഞ്ഞതുപോലെ? സ്റ്റാലിൻ ചോദിച്ചു. ആ, ഉണ്ടായിരുന്നു, മീനു ചിരിയോടെ പറഞ്ഞു. എന്നിട്ട് കൊച്ചെന്താ എന്നോട് പറയാഞ്ഞേ? നമുക്ക് അതുപോലെ നോക്കാമായിരുന്നല്ലോ, സ്റ്റാലിൻ പറഞ്ഞു. അത് സാരല്ല ഇച്ചായ, മീനു പറഞ്ഞു. അതൊക്കെ സാരമുണ്ട്, നമുക്കിന്ന് ഇതുപോലെ സെറ്റ് ചെയ്യാം, സ്റ്റാലിൻ പറഞ്ഞു. മീനു ഒന്ന് ചിരിച്ചുകൊണ്ട് സ്റ്റാലിനെ കെട്ടിപ്പിടിച്ചു. അവൻ അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി. ഭക്ഷണം കഴിച്ചതും അനിത ദേവുവിൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് പാല് കൊടുത്തു. ദേവു ഒന്നും മിണ്ടാതെ ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ ആ പാൽ ഗ്ലാസ് വാങ്ങിക്കൊണ്ട് റൂമിലേക്ക് പോയി. ദേവു റൂമിലേക്ക് കയറി ചെന്നതും അവൾ ഞെട്ടിപ്പോയി. ശരിക്കും ഒരു മണിയറ പോലെയായിരുന്നു. പക്ഷേ അവിടെ ധ്രുവൻ ഉണ്ടായിരുന്നില്ല. അവൾ അവിടെയുള്ള ടേബിളിൽ പാൽ വെച്ചുകൊണ്ട് വാതിൽ കുറ്റിയിട്ടു. ധ്രുവനെ ചുറ്റും നോക്കി. അപ്പോഴാണ് അവൻ ബാൽക്കണിയിൽ നിൽക്കുന്നതായി ദേവു കണ്ടത്. അതോടെ അവൾ ഒരു പുഞ്ചിരിയോടെ ബാൽക്കണിയിലേക്ക് നടന്നു. ദേവു വേഗം ചെന്ന് ധ്രുവനെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു. ധ്രുവ ഒരു പുഞ്ചിരിയോടെ ദേവുവിനെ അവൻ്റെ മുന്നിലേക്ക് നിർത്തി. കുഞ്ഞാ, നിനക്ക് സന്തോഷമായില്ലേ ഇങ്ങനെയൊരു കല്യാണം നടന്നതിൽ? ധ്രുവൻ ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ശിവേട്ടാ, എനിക്ക് ഒത്തിരി സന്തോഷമായി, ദേവു പറഞ്ഞു. ഇപ്പോൾ നിന്റെ സമ്മതത്തോടെ തന്നെ നീ എൻ്റെ ഭാര്യ അഞ്ജു, എൻ്റെ മാത്രം ഭാര്യ, ധ്രുവ പറഞ്ഞു. അതെ, ദേവു പുഞ്ചിരിച്ചുകൊണ്ട് ധ്രുവനെ ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ധ്രുവ അവളെ തൻ്റെ കയ്യിലേക്ക് കോരിയെടുത്തുകൊണ്ട് ബാൽക്കണിയിൽ നിന്നും റൂമിലേക്ക് നടന്നു. കണ്ണിമ ചിമ്മാതെ ധ്രുവൻ്റെ കയ്യിൽ അവൻ്റെ കഴുത്തിൽ കൈ ചേർത്തുകൊണ്ട് ദേവു അങ്ങനെ കിടന്നു. ധ്രുവൻ ദേവുവിനെ കൊണ്ടുവന്ന് കട്ടിലിൽ മെല്ലെ കിടത്തി. അവളുടെ സൈഡിലായി കിടന്നു. ദേവു ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ ധ്രുവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ കിടന്നു. റൂമിൽ നിറഞ്ഞു നിൽക്കുന്ന നീല വെളിച്ചത്തിൽ ദേവുവിൻ്റെ ആ കുഞ്ഞു മുഖം കൂടുതൽ തിളങ്ങി. ധ്രുവ പതിയെ ദേവുവിൻ്റെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. ദേവു മെല്ലെ കണ്ണുകൾ അടച്ചു. അഞ്ജു. ധ്രുവൻ്റെ ചുണ്ടിൽ നിന്നും ഒരു മന്ത്രം പോലെ ആ പേര് വന്നു. ശിവേട്ടാ. ധ്രുവൻ്റെ വിരലിലേക്ക് വിരൽ കോർത്ത് പിടിച്ചുകൊണ്ട് ദേവു വിളിച്ചു. ഇനിയുള്ള ഓരോ നിമിഷവും നിന്നെ ഞാൻ അറിയാനായി തുടങ്ങുവാണ് അഞ്ജു, ധ്രുവ മെല്ലെ പറഞ്ഞു. ദേവുവിൻ്റെ ചുണ്ടിൽ നാണത്തിൽ കലർന്ന ഒരു പുഞ്ചിരി ഒന്ന് വിരിഞ്ഞു. അവളുടെ കവിളുകൾ ചുവന്നു. ധ്രുവൻ്റെ ചുണ്ടുകൾ ദേവുവിൻ്റെ നെറ്റിയിൽ നിന്ന് താഴേക്ക് മെല്ലെ അരിച്ചിറങ്ങാൻ തുടങ്ങിയിരുന്നു. അവളുടെ പുരികത്തിലൂടെ കണ്ണിലൂടെ അങ്ങനെ ധ്രുവ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു. ദേവു കണ്ണുകൾ അടച്ചുകൊണ്ട് ധ്രുവൻ്റെ തലയിലൂടെ മെല്ലെ വിരലോടിച്ചു കൊണ്ടിരുന്നു. ദേവുവിൻ്റെ കവിളിൽ ധ്രുവനൊന്ന് അമർത്തിക്കടിച്ചതും ഒരു കുഞ്ഞു നോവോടെ ദേവു ഒന്ന് പിടഞ്ഞു. ശിവേട്ടാ, ഒരു നോവോടെ അവൾ വിളിച്ചു. ധ്രുവൻ കടിച്ച ആ കവിളിൽ അമർത്തി അമർത്തി കുറേ തവണ ചുംബിച്ചു കൊടുത്തു. ശേഷം ധ്രുവൻ ദേവുവിൻ്റെ മേലെ ഭാരം വരാത്ത രീതിയിൽ കിടന്നുകൊണ്ട് അവളുടെ നെറ്റി മുതൽ ആ കുഞ്ഞു ചുണ്ട് വരെ അവൻ്റെ ചുണ്ടുകൾ വിരലോടിച്ചു. അവളുടെ ചുണ്ടിൽ ആ വിരലുകൾ എത്തി നിന്നതും ഒരു കുഞ്ഞു ചിരിയോടെ ധ്രുവ ആ ചുണ്ടിനെ വിരൽ കൊണ്ട് മെല്ലെ ഞെരിച്ചു. ദേവു എരിവ് വലിച്ചു. അഞ്ജു,
മൈ റൊമാൻസ് വിൽ ബി ഹാർഡ്. ക്യാൻ യു ഹാൻഡിൽ ഇറ്റ്? ധ്രുവ് മെല്ലെ ചോദിച്ചു. യെസ്. ധ്രുവൻ്റെ ചുണ്ടിൽ കടിച്ചുകൊണ്ട് ദേവു മെല്ലെ പറഞ്ഞു. അതോടെ ധ്രുവ് ദേവുവിൻ്റെ കവിളിൽ അവൻ്റെ കൈകൊണ്ട് അമർത്തിപ്പിടിച്ച ശേഷം അവളുടെ ചുണ്ടിനെ കടിച്ചു നുണഞ്ഞുകൊണ്ടിരുന്നു. കുറേ നേരം അവളുടെ മേൽചുണ്ടിനെയും അതുപോലെ തന്നെ അവളുടെ കീഴ്ചുണ്ടിനെയും കടിച്ചു വലിച്ച് ഒരു ആവേശത്തോടെ നുണഞ്ഞുകൊണ്ടിരുന്നു. ദേവു ധ്രുവൻ്റെ പിൻതലയിൽ അമർത്തിപ്പിടിച്ചു. ധ്രുവ് ദേവുവിൻ്റെ നാവിനെ അവൻ്റെ വായിലേക്കെടുത്തു. കുറേ നേരം നീണ്ടു നിൽക്കുന്ന തീവ്രമായ ചുംബനം. ആ ചുംബനത്തിനൊടുവിൽ കിതപ്പോടെ ധ്രുവൻ ദേവുവിൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. ദേവുവിൻ്റെ കൈവിരലുകളിലേക്ക് അവൻ്റെ കൈവിരലുകൾ ഒരു ആവേശത്തോടെ ചേർത്തുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് നുണഞ്ഞു. നാവുകൊണ്ടും പല്ലുകൊണ്ടും കടിച്ചു നുണഞ്ഞ് ചുംബിച്ചുകൊണ്ടിരുന്ന ദേവു മുഖം ഒരു സൈഡിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് അങ്ങനെ കിടന്നു. ധ്രുവ് ദേവുവിൻ്റെ സാരിയുടെ പിന്നഴിച്ചു മാറ്റി. അവളുടെ ബ്ലൗസ് കുറച്ച് താഴ്ത്തി ആ ഷോൾഡറിൽ അമർത്തി കടിച്ചു. ദേവു ഒന്ന് മൂളി. ധ്രുവൻ ദേവുവിനെ അവൻ്റെ മേലേക്കെടുത്ത് കിടത്തിക്കൊണ്ട് അവളുടെ മുടി അഴിച്ചു വിടർത്തിയിട്ടു. ദേവു ധ്രുവൻ്റെ നെറ്റി മുതൽ ചുംബിച്ചുകൊണ്ട് അവൻ്റെ ആ മുഖം മുഴുവൻ അവൾ ചുംബിച്ചു. ധ്രുവൻ്റെ കഴുത്തിൽ മെല്ലെ മുഖം അമർത്തി വെച്ചിട്ട് ആ കഴുത്തിലൊന്ന് അമർത്തി കടിച്ചു. അവൾ മെല്ലെ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ ഓരോന്നായി അഴിച്ചെടുത്തു. ആ ഷർട്ട് അഴിച്ചു മാറ്റി. ധ്രുവ് ദേവുവിൻ്റെ പുറത്ത് വിരലോടിച്ചുകൊണ്ട് അവളുടെ ബ്ലൗസിൻ്റെ ഹുക്കഴിച്ച് അർദ്ധനഗ്നയാക്കി. ശേഷം ദേവു ധ്രുവനെ ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ നിമിഷം അങ്ങനെ കിടന്നു. എന്നാൽ അടുത്ത നിമിഷം ധ്രുവൻ ദേവുവിനെ തിരിച്ച് കിടത്തിയിരുന്നു. നഗ്നമായ അവളുടെ മാറിലേക്ക് അവൻ ഒരു കുഞ്ഞു ചിരിയോടെ നോക്കി. അവിടെ മുഴുവൻ ചുംബിച്ചുകൊണ്ട് ഇരുവരും പൂർണ്ണ നഗ്നരായി മാറിയിരുന്നു. ധ്രുവൻ ഒരു ആവേശത്തോടെ ദേവുവിൻ്റെ ദേഹം മുഴുവൻ ചുംബിച്ചുകൊണ്ടിരുന്നു. അവളുടെ കാലിൻ്റെ പെരുവിരൽ മുതൽ നെറ്റി വരെ ഒരുപോലെ ധ്രുവൻ്റെ ചുണ്ടുകൾ അലഞ്ഞു നടന്നു. അവളിലേക്ക് പടർന്നു കയറാൻ തയ്യാറായിക്കൊണ്ട് ധ്രുവൻ അവളുടെ മുകളിലേക്ക് കയറി കിടന്നു. ദേവു ഒരു പുഞ്ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു. ധ്രുവൻ ദേവുവിൻ്റെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവളിലേക്ക് മെല്ലെ ആഴ്ന്നിറങ്ങി. ശിവേട്ടാ, ദേവു കരഞ്ഞു. ധ്രുവൻ മെല്ലെ മെല്ലെ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. എന്നാൽ അത് ദേവുവിനെ താങ്ങാവുന്നതിലും അപ്പുറമാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ധ്രുവൻ്റെ പുറത്ത് അവൾ വിരലുകൾ ആഴ്ത്തിക്കൊണ്ട് അങ്ങനെ കിടന്നു. ധ്രുവൻ്റെ വേഗത കൂടെ അവൾ തീവ്രമായി ദേവുവിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. മണിക്കൂറുകൾ അവൻ്റെ പ്രണയം അവളിലേക്ക് പടർന്നുകൊണ്ടിരുന്നു. കിതപ്പുകൾ കൊണ്ട് ആ റൂം നിറഞ്ഞു. ദേവുവിൽ നിന്നും ഒരു തുള്ളി രക്തം അവനിലേക്ക് പടർന്നു. ഒരു ദീർഘനിശ്വാസത്തോടെ കിതപ്പോടെ ധ്രുവ് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് എടുത്തു കിടത്തി. ശരീരത്തിൻ്റെ അങ്ങിങ്ങായി ധ്രുവൻ തന്ന വേദന ഉണ്ട് എങ്കിലും മനം നിറയെ അവൻ കൊടുത്ത സന്തോഷമായിരുന്നു ദേവുവിന്. ജീവിതത്തിൽ ധ്രുവനായി കിട്ടിയ ഭാഗ്യമാണ് ദേവു എന്ന് ആ നിമിഷം ധ്രുവൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു. രാവിലെ മീനു കണ്ണു തുറക്കുമ്പോൾ സ്റ്റാലിൻ്റെ നെഞ്ചിലായി തലവെച്ചുകൊണ്ട് കിടക്കുവാണ് അവൾ. തങ്ങൾ രണ്ടുപേരും ഇപ്പോഴും ബാൽക്കണിയിലാണ് എന്ന് മനസ്സിലായതും അവൾ സ്റ്റാലിനെ നെഞ്ചിലേക്കൊന്ന് ചേർന്ന് കിടന്നു. സ്റ്റാലിൻ മെല്ലെ കണ്ണു തുറന്നുകൊണ്ട് നഗ്നമായ മീനുവിൻ്റെ പുറത്തൂടെ മെല്ലെ മെല്ലെ വിരലോടിച്ചുകൊണ്ടിരുന്നു. മീനു, സ്റ്റാലിൻ മെല്ലെ വിളിച്ചു. ഇച്ചായ. മീനു മുഖമുയർത്തി അവൻ്റെ നെഞ്ചിൽ വെച്ചുകൊണ്ട് വിളിച്ചു. സന്തോഷമായില്ലേ മീനു? സ്റ്റാലിൻ ഒരു ചിരിയോടെ ചോദിച്ചു. ഇച്ചായൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണിച്ച. മീനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് മീനു നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരണമെന്നാ എൻ്റെ ആഗ്രഹം, സ്റ്റാലിൻ പറഞ്ഞു. മീനു സ്റ്റാലിൻ്റെ കവിളിൽ കുറേ തവണ ചുംബിച്ചുകൊണ്ടിരുന്നു. സ്റ്റാലിൻ അവളെ അവനോട് ചേർത്ത് അമർത്തി കെട്ടിപ്പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു.